ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണ്, മീൻസ് ഇത് കാണുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇത് കാണുന്ന പെൺകുട്ടികൾക്ക് ഏതെങ്കിലും ഒരാളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അവർക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുക, മീൻസ് എങ്ങനെ മെസ്സേജ് അയച്ചാലാണ് അവർ നിങ്ങളെ സ്നേഹിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിനെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ. നിങ്ങൾ അവർക്ക് ടെക്സ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടാനും അതൊരു പ്രണയമായിട്ട് മാറാനും ഒക്കെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. അതായത് അവർക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്തൊക്കെ അവരോട് സംസാരിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് മെസ്സേജ് ചെയ്യുക. ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുന്നതും നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതും ഒക്കെ താല്പര്യപൂർവ്വമായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അവരോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് തിരിച്ചും അവർ ആ ഇൻട്രസ്റ്റ് കാണിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ ആദ്യം ചുമ്മാ വെറുതെ കാണിക്കുന്നതായിരിക്കാം, ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ടാവും. പക്ഷെ പോകെ പോകെ അത് സീരിയസ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് എപ്പോഴും കാണിക്കുക എന്നുള്ളതാണ്. എപ്പോഴും എന്നുള്ളതല്ല, ആ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റോട് കൂടി നിങ്ങൾ ഇങ്ങനെ അവർക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. പിന്നീട് അവർക്കും ആ ഇൻട്രസ്റ്റ് വരുമ്പോൾ പിന്നെ അവരും ആ രീതിയിലേക്ക് അങ്ങോട്ട് വന്നോളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്നുള്ള രീതിയിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും എനിക്ക് നിന്നെക്കുറിച്ച് ആ കാര്യം അറിയാം, അന്ന് അങ്ങനെ ഉണ്ടായില്ല, ഇന്ന് ഇങ്ങനെ ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ നിൽക്കരുത്. അതല്ല എങ്കിലും നമ്മളെ ഒരാൾക്ക് കൂടുതലായിട്ടും അറിയാം, നമ്മളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്, ഇങ്ങനെയൊക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് അവരോട് ഇഷ്ടം കൂടാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നുണ്ട്, അപ്പോൾ എന്തൊക്കെയോ ഇൻട്രസ്റ്റ് നമ്മളോട് പ്രത്യേകമായിട്ടുണ്ട്, ഇങ്ങനെയുള്ള ചിന്തയൊക്കെ നമുക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ മനസ്സിലും ഇതേ കാര്യമാണ് ഉണ്ടാവുക. അതായത് ഇപ്പം നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നുവാണ് എന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കാൻ നമുക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മളെ അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ തിരിച്ചും അവരെക്കുറിച്ച് അറിയാൻ താല്പര്യം കാണിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് അവരോടുള്ള ഇഷ്ടവും കൂടും എന്നുള്ളതാണ്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് എല്ലാ കാര്യവും അറിയാമെന്നുള്ളതല്ല. ഇപ്പോൾ സംസാരിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അവരുടെ ഫാമിലി ഫ്രണ്ടിനെയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനെ അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും അവരെക്കുറിച്ച് അറിയാം എന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും എപ്പോഴും ആദ്യം അവർക്ക് മെസ്സേജ് അയക്കാൻ നിൽക്കരുത്. അതായത് എല്ലാ സമയത്തും നിങ്ങളാണ് അവർക്ക് ആദ്യം ടെക്സ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ, മീൻസ് ഇൻട്രസ്റ്റ് കുറയാനുള്ള സാധ്യതയാണ്. തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ആദ്യം അങ്ങോട്ട് മെസ്സേജ് അയക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് നിർത്തുക. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ, അതായത് ഈ ഒരു മെസ്സേജൊക്കെ അയച്ച് തുടങ്ങുന്ന ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാം. കാരണം അവർ തിരിച്ച് റിപ്ലൈ തന്ന് പിന്നീട് അവർ നമ്മളുമായിട്ട് ഇങ്ങനെ എപ്പോഴും മെസ്സേജ് അയച്ച് അങ്ങനെയൊക്കെ ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് ആദ്യം മെസ്സേജ് അയക്കാം, പ്രശ്നമില്ല. പക്ഷേ പിന്നെ പോകെ നിങ്ങൾ അതൊന്ന് കുറച്ച് വരിക. ആദ്യം നിങ്ങൾ മെസ്സേജ് അയക്കുന്ന രീതി കുറയ്ക്കുക. അപ്പോൾ അവരിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്താണ് എനിക്കെപ്പോഴും മെസ്സേജ് ഇങ്ങോട്ട് അയച്ചിരുന്ന ആളിപ്പോൾ അയക്കുന്നില്ല എന്നുള്ളത്. സോ പിന്നെ അവർ നമ്മൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ മെല്ലെ മെല്ലെ നിങ്ങൾ അവർക്ക് അങ്ങോട്ട് ആദ്യം ടെക്സ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. എപ്പോഴും അങ്ങോട്ട് ചാടിക്കേറി മെസ്സേജ് അയക്കാതിരിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരെ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിനും ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവർ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് കഴിയും എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരോട് സംസാരിക്കാം. അതായത് അവരെക്കുറിച്ച് അവരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിനക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ കഴിയും, നീ ചെയ്തു നോക്ക്, എനിക്ക് ഒരു ഫീൽഡിൽ നല്ല കഴിവുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം എന്നുള്ളതാണ്. ഇത് അവർക്ക് സ്വയം അവരെ കൊണ്ട് കഴിയുമെന്നൊരു ചിന്ത ഉണ്ടാക്കുക, അവരെക്കുറിച്ച് അവർക്ക് തന്നെ മനസ്സിൽ വല്ലാത്തൊരു വിശ്വാസം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുകയും ഒരുപാട് സ്നേഹം തോന്നുകയും ചെയ്യും. അതായത് നിങ്ങളെപ്പോഴും ലൈഫിൽ ഉണ്ടെങ്കിൽ അവർക്ക് പലതും ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നേടാൻ പറ്റും, അവർക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അവരെ ഓരോ കാര്യങ്ങളിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുതലാവാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ അപ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ മെസ്സേജ് അയക്കണമെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഒരിക്കലും നിങ്ങൾ ആദ്യമേ ചാടിക്കയറി ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കരുത്. അല്ലെങ്കിൽ എനിക്ക് സ്നേഹിക്കാൻ താല്പര്യമുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നീ കമ്മിറ്റഡ് ആണോ, നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ, ഈ കാര്യങ്ങൾ ആദ്യമേ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കരുത്. നിങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ ചെറിയൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിൽ തുടങ്ങിയിട്ട് മെല്ലെ പറയാം. അതായത് ആദ്യം നിങ്ങൾ അവർക്ക് ഒരുപാടൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുക.
ദെൻ പിന്നീട് അവർ നിങ്ങളിലേക്ക് അഡിക്റ്റ് ആയിട്ട് വരുന്നു എന്ന് തോന്നി തുടങ്ങിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടവും താല്പര്യവും കൂടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതേപോലെ നിലവിൽ പ്രണയിക്കുന്ന പെൺകുട്ടികളാണ്, അപ്പോൾ കുറച്ചുകൂടി അവരെ നിങ്ങളുമായിട്ട് ഒന്ന് പ്രണയത്തിലാകണം, നിങ്ങളെ ഇപ്പോൾ നിലവിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി അവർ നിങ്ങൾ സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. റിസൾട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അധികം വൈകാണ്ട് തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്